എനിക്ക് എനിക്ക് സന്തോഷമായടാ. എനിക്കിത് കൂടുതലൊന്നും വേണ്ട. നീ എന്നെ കാണുന്നുണ്ടല്ലോ. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോ ഞാൻ കാണാൻ കൊതിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ തപ്പി നടന്ന സമയത്ത് മായാതെ മനസ്സിൽ തെളിഞ്ഞു നിന്ന മുഖങ്ങളിലൊന്ന് നിന്റെയാ. ഈ കണ്ണുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാഴ്ച കിട്ടിയെന്ന് ഞാൻ എന്നെ എങ്ങനെ വിശ്വസിപ്പിക്കും? നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതാ. കടലെരുമ്പി വന്നാലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ള ഉറപ്പുണ്ട് നിന്റെ ഈ ചങ്കിന്. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. എന്തൊക്കെയോ നേടിയെന്നൊരു തോന്നല്. നിന്റെ കാഴ്ച പോയ അന്നു മുതൽ ബ്രഹ്മയാമത്തിൽ ഉണർന്ന് എന്നോ മറന്നുപോയ സൂര്യഗായത്രി മന്ത്രം മുടങ്ങാതെ ചൊല്ലുമായിരുന്നു ഞാൻ. ഭൂമിക്ക് പ്രകാശം നൽകുന്ന സൂര്യനോട് നിന്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമെന്ന് യാചിക്കുമായിരുന്നു. നീ ഇരിക്കുന്നില്ലടാ. എന്റെ മേശപ്പുറത്ത് ഒരു കൂട്ടം ഫയലുകൾ പെൻഡിങ്ങാ. ഇപ്പോ വിവരാവകാശ നിയമമുള്ള സമയം. കൃത്യസമയത്ത് തീർത്തു കൊടുത്തില്ലെങ്കിൽ പ്രശ്നോ. ആ ദേ നിന്റെ സ്കൂട്ടർ. ഞാൻ ഇറങ്ങോ? ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. ചായ വേണ്ട, ഗംഭീര സദ്യ ഒരുക്കണം കല്യാണി. 4 കൂട്ടം പായസം കൂടി ഇരുന്നോട്ടെ. ഈ സദ്യക്ക് അത്ര മധുരം വേണം. സുബ്രു, നിനക്ക് വരെ വണ്ടിയില്ലല്ലോ, ഞാൻ നിന്നെ ഓഫീസിലാക്കാം. വേണ്ട, എന്റെ ഓഫീസിലൊരു സ്റ്റാഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോട്ടടാ, വൈകിട്ടാണ്. ശരി. ഗുഡ് മോർണിംഗ് മാഡം. സുജാത മാഡം, ദാസേട്ടനെ വിളിച്ച് കാർ എടുക്കാൻ പറയും. എനിക്കൊന്ന് ക്ഷേത്രം വരെ പോണം. ദാസേട്ടന് സുഖമില്ലാതെ കിടക്കുക മാഡം. സുഖമില്ലെന്നോ? എന്താ അസുഖം? പനിച്ച് കിടക്കുക. ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. ശോ, കഷ്ടായല്ലോ. ദാസേട്ടാ, ദാസേട്ടാ, ഞാനാ. വേണ്ട വേണ്ട, പനി നന്നായിട്ടുണ്ടല്ലോ, ചുമയുണ്ട്. ഹോസ്പിറ്റലിൽ പോ. മാഡം, ഇത് മാറിക്കോളൂ. പനി മൂർച്ഛിച്ച അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, അറിയാലോ. ദാസേട്ടനെ നോക്കാൻ തൃച്ചംബരത്ത് ആർക്കും സമയമില്ല, അതിനുള്ള ആളുമില്ല. സുജാത മാഡം, നീ ദാസേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ വേറെ ആരോടെങ്കിലും കാർ എടുക്കാൻ പറയാം. ശരി മാഡം. എന്നാ പിന്നെ ചൂടിനൊന്നും ഒട്ടും കുറവില്ല ദാസേട്ടാ. കല്യാണി ആയിരുന്നെങ്കിൽ ഒരു കഷായത്തിൽ തീരുന്ന പനിയേ ഉള്ളൂ. വാ. ഇല്ല കുഞ്ഞെ, ഞാൻ വരുന്നില്ല. ദാസേട്ടൻ മാഡം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ദാസേട്ടനൊന്ന് റെഡിയാവ്.
വേഗം റെഡിയാവ്, ഞാൻ ഇപ്പൊ വരാം. ദാസേട്ടനെ നോക്കാൻ തൃച്ചംബരത്ത് ആർക്കും സമയമില്ല, അതിനുള്ള ആളുമില്ല. കല്യാണി ആയിരുന്നെങ്കിൽ ഒരു കഷായത്തിൽ തീരുന്ന പനിയേ ഉള്ളൂ. എന്തു പറ്റി ദാസേട്ടാ? ഇങ്ങോട്ടിരിക്കെ. വെള്ളം വേണോ ദാസേട്ടന്? ഒന്നുമില്ല കുഞ്ഞെ, ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നന്നായി. അഖില മാഡം ദാസേട്ടനെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ദേ ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ദാസേട്ടൻ വാ, വാ പതിയെ. അതെ അതെ മനസ്സിലായി. എന്നിട്ട് വന്നേ, പതിയെ നടക്ക്. അയ്യോ, ഇതെന്താ സംഭവം? ഞാൻ തിരിച്ചു വിളിക്കാമേ. ഹലോ, നിക്ക് നിക്ക്. ഇതെങ്ങോട്ടാ രണ്ടാളും കൂടെ? നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? എങ്ങോട്ടാ പോകുന്നേന്ന്? ദാസേട്ടന് സുഖമില്ല, മാഡം പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഓഹോ, അത് ശരി. അപ്പൊ VIP ട്രീറ്റ്മെന്റ്. ഞാൻ എന്തൊരു മണ്ടിയാ. ഇദ്ദേഹം ദാസേട്ടനല്ലല്ലോ, വിശിഷ്ടാതിഥിയല്ലേ, തൃച്ചംബരത്തെ അതിവിശിഷ്ടാതിഥി, VVIP. അപ്പൊ പിന്നെ പഴയ ഡ്രൈവർ ദാസൻ ഇപ്പോ തൃച്ചംബരത്തെ ബന്ധുത്വമൊക്കെ കനവ് കണ്ടു തുടങ്ങി കാണും. അതിന്റെ ക്ഷീണവാ ഈ ചുമയും പനിയും ഒക്കെ. മാഡം, ദാസേട്ടന് ഒട്ടും സുഖമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ. ഇപ്പൊ എങ്ങനെയൊക്കെയെന്ന്? നീ ആരാടി? ഇയാളുടെ വക്കീലോ? അപ്പൊ ചാകാനാണ് വന്നതെങ്കിൽ ആ മതിലിനപ്പുറത്ത് ഔട്ട് ഹൗസിലേക്ക് പോയാ മതി. ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കല്ലേ. ദാസേട്ടനോ? എന്തു പറ്റി ചേച്ചി? ഓ, എന്തു പറ്റി ദാസേട്ടാ? ദാസേട്ടന് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അപ്പോഴാ മാഡം. എന്താ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. ഒന്നുമില്ല കുഞ്ഞെ, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, ഇത് വെറുതെ. അതാ ഞാനും പറഞ്ഞത്. വെറുതെ ഓരോരോ വയ്യാവേലികള് തൃച്ചംബരത്തേക്ക് വലിഞ്ഞുകയറി വന്നോളും. ഇതിപ്പോ ഒരു സത്രമാണല്ലോ, എല്ലാവർക്കും കേറി ഇറങ്ങാനായിട്ട്. സത്രമൊക്കെ പണ്ടായിരുന്നു, ചിലരൊക്കെ കേറി പിന്നെ തിരിച്ചിറങ്ങി പോയില്ലെന്നുള്ളൂ. ദാസേട്ടാ വന്നേ, ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ, വണ്ടി കയറി വാ. വേണ്ട കുഞ്ഞെ, വെറുതെ എന്തിനാ എന്റെ പേരില്? വെറുതെ അല്ല, കാര്യമായിട്ടാ. ഞാനാണെന്ന് ദാസേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നത്. അതെ, ഇന്ന് സവാരിയില്ല, പൊക്കോളൂ. ദാസേട്ടാ വന്നേ. പതുക്കെ. അരവിന്ദേ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നേ? അതെ, ഇന്നലെ രാത്രി ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്തു. എന്നും രാവിലെ എന്തെങ്കിലും ഒരു സാധനം ആവശ്യമില്ലാതെ തലയിൽ വെക്കാം. ഇന്നത് ദാസേട്ടനാ. അരവിന്ദേ, എന്നെ വെറുതെ പരിഹസിക്കാൻ നിൽക്കാതെ നീ നേരെ ഓഫീസിൽ പോവാൻ നോക്ക്. ഇയാളെ സുജാത വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് അവിടുന്ന് വണ്ടി കയറ്റി വിട്ടോളും നാട്ടിലേക്ക്. നീ ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് തീരുമാനിക്കും ഈ വീട്ടിലെ ഗൃഹനാഥ. കാരണം
ദാസേട്ടനെ തൃച്ചംബരത്തേക്ക് വിളിച്ചു വരുത്തിയതേ എന്റെ അമ്മയാ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അതുകൊണ്ട് തന്നെ ദാസേട്ടൻ എവിടെ പോണം എപ്പോ വരണമെന്നൊക്കെ എന്റെ അമ്മ തീരുമാനിക്കും. ദാസേട്ടൻ വന്നേ, കേറ്. രാവിലെ തന്നെ ഓരോന്നുകൊണ്ട് വന്നോളൂ. എന്താടി നോക്കുന്നേ? നീയൊക്കെ ഒരു യൂണിയൻ ആണെന്നൊക്കെ എനിക്കറിയാം. പോയി ജോലി നോക്കടി അകത്തോട്ട് പോ. ഒരു ദാസേട്ടൻ ഈ പോക്കിലങ്ങ് ചത്തു തൊലഞ്ഞാ മതിയായിരുന്നു. ഛേ. ആന്റി, അരവിന്ദ് അങ്ങ് പോയോ? പോയി. അരവിന്ദ് ഈ ഫയൽ എടുക്കാൻ മറന്നു. ഓ, അല്ലേലും അവൻ ഇതൊന്നും കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നന്ദന, നന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഈ തൃച്ചംബരം തറവാടിനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക, ഓരോരുത്തരെയും നിർത്താനുള്ളിടത്ത് നിർത്തണം. അല്ലെങ്കിൽ അവസാനം ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ആന്റി ആരുടെ കാര്യമായി പറയുന്നത്? അത് ശരി, മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് നടിക്കുന്നതോ? ഞാൻ ദാസിന്റെ കാര്യ പറയുന്നത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി വെറും ഒരു ഡ്രൈവറെ തൃച്ചംബരത്ത് അതിഥിയായി താമസിപ്പിച്ചിരിക്കുന്നു. ഇതിലൊരു അപകടം മണക്കുന്നുണ്ട്. അപകടമോ? എന്തപകടം? ആന്റി, ഇതൊക്കെ ഓരോരുത്തരുടെ യോഗം എന്ന് പറയും. ആ യോഗം ഉള്ളതുകൊണ്ട് അർഹതയില്ലെങ്കിലും ഡ്രൈവർ ദാസേട്ടൻ തൃച്ചംബരത്ത് അതിഥിയായി താമസിക്കുന്നതും ഈ നിൽക്കുന്ന വിലാസിനി ആന്റി തൃച്ചംബരത്ത് മരുമകളായി വാഴുന്നതും. നന്ദന, നീ പറയുന്നത് പോലെയല്ല. ആ ദാസ് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാ വന്നിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ആ ഔട്ടൂസ് അയാളുടെ പേരിലാക്കി എടുത്തതുപോലെ ഈ തൃച്ചംബരത്തിന്റെ ഓരോരോ ഭാഗങ്ങളായി അയാൾ അഖിലേച്ചിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കും. നീ നോക്കിക്കോ. ചിരിക്കാൻ പറഞ്ഞതല്ല ഞാൻ. എല്ലാം കൈവിട്ട് പോകുന്നതിന് മുൻപ് ദാസിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗം നോക്കിക്കോ. ദേ നോക്ക്, അല്ലെങ്കിലേ ഒരു ഒഴിയാബാധയായി തീരും അയാള്. സന്തോഷം. തൃച്ചംബരത്തോട് സ്നേഹവും കൂറുമുള്ള ആന്റിയുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. താങ്ക്സ്. അയ്യേ, കണ്ടാലറിയാത്തവൻ കൊണ്ടാലേ അറിയൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അത്രേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എന്താ ആയിക്കോട്ടെ. അനികുട്ടാ, നിനക്ക് വല്ലത് അലക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാ. ഏയ് ഇല്ല, ഒന്നുമില്ല ചേച്ചി. ഇത്രയും നാൾ അച്ഛനില്ലാതിരുന്നിട്ടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു. ഇനി ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം. ഇങ്ങനെ അച്ഛൻ ഞങ്ങൾക്കിനി വേണ്ട. ചേച്ചി, എന്താ? രാവിലെ നീ മിഠായി എവിടെ നിന്ന് വാങ്ങി? അത്
ചേച്ചി ബാബുവേട്ടന്റെ കടയിൽ മിഠായി ഒന്നും ഇല്ലല്ലോ പിന്നെ ഇത് എവിടെന്നാ? എന്താടാ ഇത് എവിടെന്നാന്ന്? ചേച്ചി ഇത് ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാ. കളയാൻ തോന്നുന്നില്ല ചേച്ചി. ഞാനിതൊരെണ്ണം കഴിച്ചോട്ടെ. നമ്മുടെ അച്ഛൻ കൊണ്ടുവന്നല്ലേ ചേച്ചി. സേവരേട്ടാ, ആ ചുവന്ന പൂ കിട്ടിയില്ലേ? അയ്യോ, അതവിടെ ഇല്ലായിരുന്നു. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ്. അത് ഞാൻ പറഞ്ഞല്ലേ. ഇളയച്ചനെ കണ്ടപ്പോഴാ അഖിലയുടെ മുഖത്ത് ഒരു പ്രകാശം വീണത്. ചിന്തയേക്കാൾ വേഗമേറിയ വിദ്യുത് തരംഗങ്ങളാണ് പ്രകാശം. എരിഞ്ഞു തീരുവാൻ ശേഷിയുള്ളവനെ പ്രകാശമാകുവാൻ സാധിക്കൂ. കർപ്പൂരം പോലെ. ഇളയച്ച, ഇന്ന് അരവിന്ദിന്റെ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനും ഒരാളുടെ ദശാകാലം നിർണയിക്കുന്നു. ജന്മനക്ഷത്രങ്ങളും ചന്ദ്രന്റെ ബലാബലങ്ങളും അനുസരിച്ചാണ് അനുഭവങ്ങൾ വന്നു ചേരുന്നത്. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾക്ക് ഏറ്റവും ഉചിതം ജന്മദിനം തന്നെയാണ്. ആളവിടെ? ഉജ്ജ്വലസ്താരക ജാതഃ പ്രസന്നം ഭൂമിമണ്ഡലം നദാ നദ്യ സമുദ്രശ്ച പ്രസന്നാപാ സരോവരാഹ. ചില ജനനങ്ങൾ അങ്ങനെ. നക്ഷത്രങ്ങൾ തിളങ്ങും, സുഗന്ധ കാറ്റുവീശും, താമരപ്പൂക്കൾ വിടർന്നു നിൽക്കും, എങ്ങും ദുന്ദുഭിഘോഷം മുഴങ്ങും. ശ്രീകൃഷ്ണ ജനനം. അത് സത്യം. ചിലർ ഇരുൾ മൂടിയ മനസ്സിന്റെ അകത്തളത്തിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് കടന്നുവരും. ഇന്നാലെ ചുവന്ന പൂണ്ടായിരുന്നു. വാ. എടി, ആ ചുവന്ന പൂ കിട്ടിയില്ലടി. അരവിന്ദ്, ആനന്ദ കല്യാണി. ബ്രോ, വാ ബ്രോ. അന്തം വിട്ട് നോക്കണ്ട കല്യാണി, ഇന്ന് അരവിന്ദിന്റെ ബർത്ത്ഡേയാ. അല്ല, അത് മാത്രമല്ല കേട്ടോ, ഇന്ന് ബ്രോ മടങ്ങി വന്നതിന്റെ കൂടി ആഘോഷം ഇവിടെ. ഇവിടെ വന്നിട്ട് ബ്രോ കല്യാണ അടുത്തേക്ക് വന്നേ. ഇങ്ങനെയൊക്കെ അകത്തേക്ക് വാ. വാ വാ ബ്രോ. വാ.